നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. വളരെ ഗംഭീരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയം. വേറൊന്നുമല്ല, പല കുട്ടികളും ഇപ്പം നമ്മളോട് ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാഷേ ക്രിസ്മസ് പരീക്ഷ പാടായിരുന്നു, +1 ആയാലും +2 ആയാലും പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ പബ്ലിക് എക്സാം ഈസി ആയിരിക്കുമോ? പണ്ട് പോലെയുള്ളൊരു ഡയലോഗുണ്ട്, ക്രിസ്മസ് പരീക്ഷ പാടാണെങ്കിൽ അല്ലെങ്കിൽ മോഡൽ എക്സാം പാടാണെങ്കിൽ പബ്ലിക് എക്സാം എളുപ്പം. അങ്ങനൊന്നുമേ ഇല്ല, അസിസ്റ്റേ ഇല്ല. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ട സത്യം. ഇനി മറ്റൊരു കാര്യം, കുട്ടികളോട് വളരെ വളരെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് കേരളത്തിലുള്ള കുട്ടികളെല്ലാം വളരെ ശ്രദ്ധിച്ചേക്കുക. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു രീതിയിലും നമുക്ക് ടെൻഷൻ എന്ന് പറയുന്ന സംഭവമില്ല. നല്ല കാര്യമാണ്, ടെൻഷൻ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ പരീക്ഷ എടുക്കുമ്പോഴെങ്കിലും പഠിക്കാനുള്ളൊരു ഒരു ഒരു ടെൻഷൻ, നമുക്ക് ടെൻഷൻ അല്ല, ഒരു തയ്യാറെടുപ്പെങ്കിലും വേണം. ഇപ്പം ഈ വട്ടത്തെ +1-ൻ്റെയും +2-ൻ്റെയും പരീക്ഷകളെല്ലാം ഭയങ്കര പാടെന്ന് പറയുമ്പം ഒരു 10% കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി 90% കുട്ടികൾ ഈ വട്ടം വളരെ മോശമായിട്ട് എഴുതിക്കുന്നത് വലിയൊരു തോൽവിയിലേക്കുള്ളൊരു സൂചനയാണ്. അതായത് നിങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ പബ്ലിക് എക്സാം ഈ വട്ടം വളരെ കാര്യമായിട്ട് നിങ്ങൾ ജയിച്ച് കയറത്തുള്ളൂ. നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ ശരിക്കും കഷ്ടപ്പെട്ടണം ഈ വട്ടം. കാരണം ആ രീതിയിലാക്കി ഗവൺമെൻറ്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം പേർക്കടുത്ത് തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് +2 കാര്യം. അതിൻ്റെ പകുതിയേ ഉള്ളായിരുന്നു അതിൻ്റെ മുമ്പത്തെ 2024 25 മാർച്ച് വന്നപ്പോൾ അതിൻ്റെ ഡബിളായി. അടുത്ത വർഷം ഇതിൻ്റെ തോൽവി കൂടുന്നതിൻ്റെ കാരണം +1-കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. +1-കാർക്ക് പാഠത്തിൻ്റെ ചാപ്റ്ററുകളുടെ പേര് പോലും പല വിഷയങ്ങളും അറിയത്തില്ല. ഇത് സത്യമാണ്. കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു അധ്യാപനമായിട്ട് പറയുകയാണ്, പേര് പോലും അറിയത്തില്ല. ഞാൻ ആദ്യം കുട്ടികളോട് പേരുകൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. കാരണം അത്രയും അറിയത്തില്ല. ഏത് ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. ഈ അവസ്ഥയിൽ നമുക്ക് ലാസ്റ്റ് നിമിഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ വളരെ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഓരോ ചാപ്റ്റേഴ്സും വൃത്തിയായിട്ട് പഠിച്ച് തുടങ്ങുക. +2-കാർ പ്രാക്ടിക്കൽസ് എല്ലാം അടുത്ത ആഴ്ചയൊക്കെ വരികയാണ്. നമുക്ക് തന്നെ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്, കണ്ട് പഠിക്കുക, കേട്ടുപഠിക്കുക. ഏത് രീതിയിലാണ് നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് കിട്ടുക. അതുകൊണ്ട് ഇതൊരു താക്കീതല്ല, ഒരു അപേക്ഷയായിട്ട് കരുതുക. തോൽവി വരാതിരിക്കട്ടെ. നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ജയിച്ച് നല്ല എത്തുന്നതാണ് എല്ലാ അധ്യാപകരുടെയും ആഗ്രഹം. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ജാഗ്രത, നെവർ എവർ ഗിവ് അപ്പ്.